ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച സാക്ഷി മാലിക്കിന് നിരവധി പ്രതിപക്ഷ നേതാക്കൾ പിന്തുണയുമായി എത്തി. മമതാ ബാനർജിയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. സാക്ഷി മാലിക്കിനെ പിന്തുണയ്ക്കുന്നതോടുകൂടി തന്നെ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയോട് ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ആവശ്യം ഇതാണ്: വാരണാസിയിൽ പ്രധാനമന്ത്രി മോദി മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് എതിർ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കാൻ സാക്ഷി മാലിക്കിനെ ഇറക്കണമെന്നാണ് മമതാ ബാനർജിയുടെ ആവശ്യം. ഇത്തരമൊരു അഭിപ്രായത്തിന് എന്താണ് പ്രസക്തി എന്നല്ലേ? ഇതിന്റെ പ്രസക്തി അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മമതാ ബാനർജി മുൻപേ പറഞ്ഞ ആവശ്യങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടി വരും. മമതാ ബാനർജി 2 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതായത് ഇതേ വാരണാസിയിൽ തന്നെ മോദിക്കെതിരായ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയായി വരണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ വരണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മമതാ ബാനർജിയുടെ ഉദ്ദേശം ഒറ്റ നോട്ടത്തിൽ സ്പഷ്ടമാണ്. അത് BJPയെ തുരത്തുക എന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുമ്പെങ്ങുമില്ലാത്ത ഒരു ആക്റ്റീവ് സ്വഭാവം, മുമ്പെങ്ങുമില്ലാത്ത ഒരു തിടുക്കം മമതാ ബാനർജിയിൽ കാണുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഐക്യപ്പെടലിനും അവർ തയ്യാറാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവർ ബന്ധശത്രുവായ CPM-യുമായി ഐക്യപ്പെടാൻ പോലും തയ്യാറാണെന്ന്, അതായത് എന്തിനും തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് സ്വീകരിച്ചത്. അതിനു മുൻപേ തന്നെ കോൺഗ്രസുമായും തങ്ങൾക്ക് സഖ്യം ചേരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് മമതാ ബാനർജി ഈയിടെ പിന്തുടരുന്ന പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്താണെന്ന്. ഒറ്റ നോട്ടത്തിൽ അത് BJPക്ക് എതിരെയാണ് ആ ആയുധങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാം. അതായത് ഒരേ ഒരു ലക്ഷ്യം, BJPയുടെ പതനം മാത്രം. എന്നാൽ മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നിൽക്കുകയാണ്. ഈ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി നിരവധി നേതാക്കളുടെ മനസ്സിൽ മോഹങ്ങളുമുണ്ട്. ആ മോഹങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല മമതാ ബാനർജി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതായത് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മമതാ ബാനർജി മല്ലികാർജുൻ ഖാർഗെയുടെ പേര് പറഞ്ഞത്. ആദ്യമേ മമതാ ബാനർജിക്ക് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒരു എതിർപ്പുണ്ടായിരുന്നു. അവരെല്ലാം കുട്ടികളാണ് എന്ന ഒരു ഭാവമായിരുന്നു മമതാ ബാനർജിക്ക്. എന്നാൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി തിരിച്ചെത്തിയപ്പോൾ ഒരു പക്വതയാർന്ന നേതാവായി എന്ന് എല്ലാവരും, അതായത് ഒരേ സ്വരത്തിൽ എതിരാളികൾ പോലും പറഞ്ഞ കാര്യമാണ്. എന്നാൽ അപ്പോൾ പോലും അത് സമ്മതിച്ചു നൽകാനായി മമതാ ബാനർജിക്ക് സാധിച്ചിരുന്നില്ല. അവർ അന്നും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഒന്ന് മനസ്സറിഞ്ഞ് പ്രശംസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മമതയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരരുത്, അല്ലെങ്കിൽ ആ ഒരു പേര് ആരും ശുപാർശ ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു വ്യക്തമായ രാഷ്ട്രീയ അജണ്ട. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമായിരുന്നോ മമതാ ബാനർജിയുടെ ലക്ഷ്യം എന്ന ചോദ്യം അപ്പോഴുമുണ്ട്. അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം മമതാ ബാനർജി മല്ലികാർജുൻ ഖാർഗെയെ അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് പറയുന്ന സമയത്ത് അവിടെ അസ്വസ്ഥരാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിതീഷ് കുമാർ. മമതാ ബാനർജി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇന്ത്യ മുന്നണിയെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാചാലമാകുന്ന അദ്ദേഹം ഇത് കേട്ട പാതിയിൽ തന്നെ മാധ്യമങ്ങളോട് പോലും ഒന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേ നയം തന്നെ സ്വീകരിക്കേണ്ടി വന്നു ലാലു പ്രസാദ് യാദവിനും. അതായത് ഒരു സൈഡിൽ നിന്നും എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുകയാണ് ഖാർഗെയും കൂട്ടരും. എന്നാൽ മറുതലക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങളും ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മമതാ ബാനർജി മുൻപേ, അതായത് ബംഗാളിൽ CPM-യുമായി ഒരു ഐക്യപ്പെടലിന് തയ്യാറാണ്, ഒരു സഖ്യം ചേരലിന് തയ്യാറാണെന്ന് മുൻപേ അറിയിച്ചപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞത് സംസ്ഥാന തലത്തിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കില്ല, എന്നാൽ ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം തങ്ങൾ അവരോട് ഐക്യപ്പെടാൻ തയ്യാറാണ് എന്നായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇങ്ങ് UP-യിലെയും അവസ്ഥ. അഖിലേഷ് യാദവും മായാവതിയും തമ്മിലുള്ള സംഘർഷം. അതായത് ഇന്ത്യ മുന്നണി ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ പലരുടെയും ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലർ പല ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ നിന്നെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തർക്കങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ്. ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യം മമതാ ബാനർജി പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി മോദിയുടെ എതിരാളിയായി വരണമെന്നാണ്. അതിന് പ്രിയങ്ക ഗാന്ധിക്ക് ഒരുപാട് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനുകളും മമതാ ബാനർജി തന്നെ കണ്ടെത്തുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ മുഖച്ഛായയാണ്. ആ മുഖച്ഛായ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസുകാരും ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ 2 ദിവസങ്ങൾ നീങ്ങുമ്പോഴാണ് മമതാ ബാനർജി കളം മാറ്റി കളിക്കുന്നത്.
സാക്ഷി മാലിക്കിനെ മോദിയുടെ എതിരാളിയെ നിർത്തൂ എന്ന്. പക്ഷേ സാക്ഷി മാലിക് എന്ന് പറയുന്ന വ്യക്തി വാരണാസി പോലുള്ള ഒരു മണ്ഡലത്തിൽ അതും മോദിക്കെതിരായി എങ്ങനെ പടവെട്ടി ജയിക്കുമെന്ന കാര്യം സംശയമാണ്. കാരണം വാരണാസി പോലുള്ള സ്ഥലത്ത് സാക്ഷി മാലിക്കിന്റെ മെഡലുകളെക്കാൾ പ്രാധാന്യം ഹിന്ദുത്വ എന്ന അജണ്ട തന്നെയാണ്, ആ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ സാക്ഷി മാലിക്കിനേക്കാളും ഏറ്റവും ഭംഗിയായി സാധിക്കുന്നത് മോദിക്ക് തന്നെയാണ്, അഥവാ സംഘപരിവാറിനോ BJPക്കോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സാക്ഷി മാലിക്കിനെ നിർത്തിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു വോട്ട് ശേഖരണം സാധ്യമാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ എന്തിനായിരിക്കാം മമതാ ബാനർജി ബോധപൂർവം തന്നെ സാക്ഷി മാലിക്കിനെ അവിടെ നിർത്തണം എന്ന് പറയുന്നത് എന്നാണ്. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയുന്നു, 2 ദിവസം കഴിയുമ്പോൾ സാക്ഷി മാലിക്കിന്റെ പേര് പറയുന്നു. ഈ 2 വനിതകളും വാരണാസിയുടെ ജിയോ പൊളിറ്റിക്സിന് ഒത്തുപോകുന്നവർ തന്നെയാണോ എന്ന കാര്യം സംശയമാണ്. ഇതേ സംശയം സ്വാഭാവികമായിട്ടും മമതാ ബാനർജിക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള യാതൊരു സംശയങ്ങളും ഉണ്ടാകുന്നില്ല. അവർ എല്ലാ കാര്യവും അങ്ങ് തുറന്നടിച്ച് പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ അഭിപ്രായങ്ങളും അങ്ങ് തുറന്നടിച്ച് പറയുകയാണ്. കേൾക്കുന്നവർക്കുണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള സംശയങ്ങൾ പോലും മമതാ ബാനർജിയിൽ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അതിശയിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സംശയമില്ലായ്ക അവർക്ക് ഉണ്ടെങ്കിൽ തീർത്തും അത് ഭയപ്പെടേണ്ട അഥവാ ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്.